Hi guys, welcome to the second episode of N Talks. ഫസ്റ്റ് എപ്പിസോഡിന് തന്നെ ഒരുപാട് അപ്രീസിയേഷനും അതുപോലെ തന്നെ ഒരുപാട് വെൽവിഷേഴ്സ് അത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാവരും പറഞ്ഞിരുന്നൊരു പ്രധാന കാര്യം ഡോണ്ട് ബി ആർട്ടിഫിഷ്യൽ നെസ്റു എന്നുള്ളതായിരുന്നു. അപ്പം ഫസ്റ്റ് പ്രസൻറ്റേഷൻ ആയിരുന്നു, ഞാൻ ഒരുപാട് നെർവസ് ആയിരുന്നു. നൗ ഐ ഫീൽ മോർ കംഫർട്ടബിൾ. താങ്ക് യു ഫോർ ഓൾ യുവർ അപ്രീസിയേഷൻ ആൻഡ് ക്രിറ്റിസിസം. അന്ന് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇനി മുതൽ നമുക്ക് ഒരുപാട് കഥകളും കേസ് സ്റ്റഡികളുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതായിരുന്നു. അപ്പം ഇന്ന് എന്താണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു ആകാംക്ഷ അല്ലേ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇസ്മായിലാണ് കോണ്ടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, നാസു നമുക്ക് റെഡ് ബുള്ളിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീൻ്റെ ആ ഒരു കേസ് സ്റ്റഡി നമുക്ക് പ്രസൻറ്റ് ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പണ്ട് ഒരുപാട് കേസ് സ്റ്റഡീസൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അതുപോലെ അത് ഇൻട്രസ്റ്റിംഗ് കേസ് സ്റ്റഡിയാണ്. റെഡ് ബുള്ളിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്താലെന്ന് ചോദിച്ചപ്പോൾ യെസ് എനിക്ക് തോന്നി അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് എനിക്ക് തോന്നി. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് സം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് റെഡ് ബുൾ. ഓക്കെ, അപ്പം നമുക്ക് ഏർലി സ്റ്റേജസ്, റെഡ് ബുള്ളിൻ്റെ ഏർലി സ്റ്റേജസിൽ റെഡ് ബുൾ ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളെ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ റെഡ് ബുൾ എനർജി ഡ്രിങ്ക് സ്റ്റാർട്ടഡ് ഇൻ ഓസ്ട്രിയ ഇൻ 1987. Okay, so at the early stages they realized their target audience. അതാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം. ടാർഗറ്റ് ഓഡിയൻസ് ആരാ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതുണ്ടല്ലോ. അപ്പം അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് ഡെഫിനറ്റ്ലി യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ യങ്സ്റ്റേഴ്സ് ഉണ്ടാകുന്ന ഏതൊരു ഏരിയയും അവരുടെ ഓപ്പർച്യൂണിറ്റിയാണ്. സോ അവർ ചെയ്ത് ഫസ്റ്റ് ഏർലി സ്റ്റേജിൽ ഫസ്റ്റത്തെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ബ്രാൻഡ് മാനേജർ എന്ന ഒരു പൊസിഷൻ. അതിൽ സ്റ്റുഡൻസ്, അതായത് പോപ്പുലർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ല, ഓരോ യൂണിവേഴ്സിറ്റി ഓരോ കോളേജുകളിൽ പോപ്പുലർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ഇവരെന്ത് ചെയ്യും, സ്റ്റുഡൻറ്റ് ബ്രാൻഡ് മാനേജർ ആക്കിയിട്ട് അവർ റെഡ് ബുള്ളിനെ പ്രൊമോട്ട് ചെയ്യുക. എങ്ങനെ പ്രൊമോട്ട് ചെയ്യും, അവരെന്ത് ചെയ്യും, ഓരോ യൂണിവേഴ്സിറ്റി ഓരോ കോളേജ് ബേസ് ചെയ്തിട്ടും പാർട്ടികൾ ഇങ്ങനെ അവരെന്ത് ചെയ്യും നടത്തും. ഈ പാർട്ടികളിലൂടെ റെഡ് ബുള്ളിൻ്റെ ക്യാൻസ് ഇങ്ങനെ ലൈവായിട്ട് സപ്ലൈ ചെയ്യുക. അപ്പം ആളുകൾ അത് അത് അവെയർ ആവുക, അങ്ങനെ ബ്രാൻഡിനെ കുറിച്ച് അറിയുക എന്നൊക്കെയാണ് റെഡ് ബുള്ളിൻ്റെ ഉദ്ദേശം. അത് സക്സസ് ആയിട്ട് നടക്കുകയും ചെയ്യും. ദെൻ അവർ രണ്ടാമത്തേതായിട്ട് ഇതേപോലെ തന്നെയാണ്, ദെൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉദ്ദേശം അവെയർനെസ് ആൻഡ് ആളുകളെ രുചിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇത് നമുക്കിപ്പം നമ്മൾ ഗൊറില്ല മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നതായിരിക്കും. അന്ന് അവർ സംഭവം ചെയ്തത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, വളരെ കാർ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും, ഫോക്സ് വാഗൻ്റെ ബീറ്റിൽസ് എന്ന ഒരു കാറുണ്ട്. അപ്പം ഈ കാറിൻ്റെ ബാക്കിൽ ഒരു വലിയ റെഡ് ബുള്ളിൻ്റെ വലിയൊരു ജയൻറ്റ് ക്യാൻ അറ്റാച്ച് ചെയ്തിട്ട് യങ്സ്റ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ഏരിയകളിലും പോയിട്ട് ഈ കാർ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവിടുന്ന് സാമ്പിൾ സപ്ലൈ ചെയ്യും. അതായത് യങ്സ്റ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്ലബ്ബ്, കോളേജ്, ബീച്ച്, ദെൻ പാർട്ടീസ്, ഈവൻ ഓഫീസ്, അവിടൊക്കെ നിന്നിട്ട് ഈ കാർ നിൽക്കുമ്പോൾ തന്നെ ഒരു കൗതുകമാണല്ലോ ആളുകൾക്ക്. ദെൻ റെഡ് ബുൾ വലിയൊരു ക്യാനാണ്. അപ്പോൾ എല്ലാവരും അവെയറായി തുടങ്ങി ഞാൻ ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടേസ്റ്റ് സാമ്പിളിങ് കൊടുക്കും. അങ്ങനെ അവർ രണ്ടാമത്തെ മറ്റൊരു സ്ട്രാറ്റജി അതായിരുന്നു ഏർലി സ്റ്റേജസിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം, അത് ലെക്കാണോ അല്ലെങ്കിൽ അത് സ്ട്രാറ്റജി ആയിരുന്നോ എന്നുള്ളത് ഐ ഡോണ്ട് നോ. ബട്ട് റെഡ് ബുള്ളിന് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയതും റെഡ് ബുൾ പോപ്പുലറായി തുടങ്ങിയതും ഈ ഒരു സംഭവത്തിലാണ്. ദ ഫൈൻഡിങ്സ് ഓഫ് എ ബാർട്ടൻഡേഴ്സിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് അത്. ബാർട്ടൻഡേഴ്സ് എന്ത് ചെയ്തു വെച്ചാൽ വോഡ്കയിൽ റെഡ് ബുള്ള് മിക്സ് ചെയ്തു. അത് ഭയങ്കര ഹിറ്റായി, ആ മിക്സ് ഭയങ്കര ഹിറ്റായി. അങ്ങനെ ബാറുകളിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു ഡ്രിങ്കായിട്ട് വോഡ്കയിൽ മിക്സ് ചെയ്ത റെഡ് ബുള്ള് ആ ഡ്രിങ്കിനെ വളരെ പോപ്പുലറായി ഏറ്റവും കൂടുതൽ വിറ്റ് പോവുകയും ചെയ്തു. അത് ബാറിൽ മാത്രമല്ല, ക്ലബ്ബുകളിൽ, പാർട്ടികളിൽ, അതുപോലെ കൺസേർട്ടുകളിൽ ഒക്കെ അത് വിറ്റ് പോകാൻ തുടങ്ങി. അപ്പം റെഡ് ബുള്ളിന് ഹ്യൂജ് റവന്യൂ ആണ് അവിടെ ജനറേറ്റ് ആയത്. അത് ലെക്കായിരിക്കില്ല, ചിലപ്പം സ്ട്രാറ്റജി ആയിരിക്കാം. എനിവേ ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ് റെഡ് ബുള്ളിൻ്റെ അത്രയും വലിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കാരണമായത് ആ ഒരു സ്ട്രാറ്റജി എനിക്ക് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് യെസ്. പിന്നെയുള്ള ഒരു കാര്യം പ്രൈസിംഗ് ആണ്. പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ റെഡ് ബുള്ള് അവരുടെ കോസ്റ്റിൻ്റെ 20 times മടങ്ങാണ് അവരുടെ പ്രൈസിങ്. നമുക്കറിയാം, നമ്മൾ നോർമൽ
പെപ്സി, വീബർ ഇപ്പം ഡ്രിങ്ക്സ്, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ റെഡ് ബുള്ളിൻ്റെ വില 125 റുപ്പീസിനാണ് നമുക്കൊന്നൊരു ക്യാന് കിട്ടുന്നത്. അപ്പം നല്ല വ്യത്യാസമുണ്ട് അതിൻ്റെ വില, കോസ്റ്റ് വളരെ കുറവാണ് ആക്ച്വലി. അപ്പം ഇവർ ഇത്രയും വലിയൊരു മടങ്ങ് 20 ടൈംസ് മടങ്ങിൽ അവർക്കിപ്പം വിൽക്കാൻ കഴിയുന്നുണ്ട് റെഡ് ബുള്ള്. അപ്പം അത്രയും വലിയൊരു മാർജിനിൽ വെക്കുമ്പോൾ വലിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിന് 1/3 അവർ മാർക്കറ്റിങ്ങിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാർക്കറ്റിംഗ് ആണ് മെയിൻ. റെഡ് ബുൾ എന്ന കമ്പനി ഇപ്പോൾ അവർ ഒരു ഫിൽ ചെയ്യലും സപ്ലൈ ചെയ്യലൊന്നും ചെയ്യുന്നില്ല. ക്യാൻ ഫിൽ ചെയ്യൽ സപ്ലൈയിലൊക്കെ ചെയ്യുന്നതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്തു. ഇപ്പോൾ അവർ ചെയ്യുന്ന എൻറ്റയർലി സെല്ലിങ്ങിലാണ് അതായത് മാർക്കറ്റിങ്ങിലാണ് അവരിപ്പോൾ എൻറ്റയർലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏർലി സ്റ്റേജസിലെ കുറച്ച് കാര്യങ്ങളാണ് എപ്പോഴും ഡിസ്കസ് ചെയ്തത്. പക്ഷേ നമ്മൾ ഇപ്പോഴും ആദ്യം പറഞ്ഞ മറ്റേ ഒരു സ്ട്രാറ്റജി, സിമ്പിൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകൾക്ക് റെഡ് ബുൾ എന്താണെന്ന് അറിയാത്തൊരു സമയം. അപ്പം റെഡ് ബുൾ വന്നിട്ട് ഉണ്ട്, റെഡ് ബുള്ളിൻ്റെ ക്യാനുകൾ ആളുകൾ കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പം ആദ്യത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ അവർ റെഡ് ബുള്ളിൻ്റെ ആളുകൾ റെഡ് ബുള്ളിൻ്റെ ക്യാനുകൾ ക്രഷ് ചെയ്തിട്ട് ക്ലബിൻ്റെ മുന്നിൽ, പബിൻ്റെയും ക്ലബിൻ്റെയൊക്കെ പാർട്ടീസിൻ്റെയൊക്കെ മുന്നിൽ വേസ്റ്റ് ബിന്നിലിടും. അപ്പം കുറേ ഇങ്ങനെ അപ്പം എല്ലാവരും ആളുകൾ കരുതുക എന്താ, ഇത്രയും ആളുകൾ കുടിക്കുന്നൊരു സാധനം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം. അങ്ങനെ അവരെന്ത് ചെയ്യും, അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും അതൊന്ന് വാങ്ങി കുടിക്കും. അങ്ങനെ ആളുകൾ അത് വാങ്ങി കുടിക്കാൻ തുടങ്ങുകയും അങ്ങനെ ആളുകളുടെ ഇടയിൽ അത് അവെയർ ആവുകയും അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും പിന്നീട് അതിനെ അഡിക്റ്റായി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും അതിൻ്റെ ഏറ്റവും വലിയ വിജയം അത് വോഡ്കയിൽ മിക്സ് ചെയ്ത ആ ഒരു മിക്സിംഗ് ആയിരുന്നു അതിൻ്റെ ഏർലി സ്റ്റേജിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സക്സസ്സിനുള്ളൊരു കാരണം. സോ ഇനി അങ്ങോട്ട് നെക്സ്റ്റ് ലെവൽ മാർക്കറ്റിങ്ങിലോട്ടാണ് നമ്മളെ റെഡ് ബുൾ പോകുന്നിട്ടുള്ളത്. സ്പോൺസർഷിപ്പ്, ഓണർഷിപ്പ്, ഒരുപാട് ക്രേസിയസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് അപ്കമിങ് എപ്പിസോഡിൽ. അത്തരം നിരവധി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ റൈറ്റ് നൗ സൈനിങ് ഓഫ്. താങ്ക് യു.